നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ചയും പ്രതിഫലിക്കുമെന്ന് വ്യക്തമായതോടെ തിരിച്ചടി ഭയന്നിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ചോദ്യം ചെയ്യലിന് വിധേയനായത് CPM-നെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ സോണിയാഗാന്ധി, ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ചയടക്കമുള്ളവയിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസും. സ്വർണ്ണ കവർച്ചയിൽ ഇരു മുന്നണികളും തുല്യ പങ്കാളികളാണെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ് കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ച LDF-നെതിരെ UDF പ്രധാന രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ UDF-നെയും കുരുക്കിലാക്കുന്നതാണ്. CPM നേതാക്കൾ കൂടിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാറും N. വാസുവും അറസ്റ്റിലായത് മാത്രമല്ല, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിൽ എത്തിയതും LDF-നെ പ്രതിരോധത്തിലാക്കുമ്പോൾ മറുഭാഗത്ത് UDF-ഉം ജനങ്ങളെ അഭിമുഖീകരിക്കാനാകാത്ത നിലയിലാണ്. കോൺഗ്രസ് നേതാവ് സോണിയയുമായി ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശവുമെല്ലാം ചർച്ചാ വിഷയവുമാണ്. സ്വർണ്ണ കവർച്ചയിൽ ഇരുമുന്നണികളും തുല്യ പങ്കാളികളാണെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ് കുറ്റപ്പെടുത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടത് വലത് മുന്നണികൾക്ക് സമാനമായ പങ്കാണ് ഉള്ളത് എന്നത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലുള്ള 2 നേതാക്കന്മാർ CPM-ന്റെ നേതാക്കന്മാരാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളായിരുന്ന 2 CPM നേതാക്കന്മാർ. മറ്റ് 2 നേതാക്കന്മാരിപ്പോൾ മുൻകൂർ ജാമ്യം തേടി അലയുമെന്ന് നമ്മൾ കാണാം. കാരണം അവരും ഈ സ്വർണ്ണ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ഭരണസമിതിയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ആന്റോ ആന്റണിയും അടൂർ പ്രകാശുമെല്ലാം ആരോപണ വിധേയരായുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയും ഇത് വിശ്വാസികളുടെ മനസ്സിലേൽപ്പിച്ച മുറിവും 2 മുന്നണികൾക്കും തിരിച്ചടിയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇത് മറികടക്കാനുള്ള തന്ത്രങ്ങളിലാണ് LDF-ഉം UDF-ഉം. ജനം, കൊച്ചി.